ഇവിടുത്തെ ക്രൈസ്തവ വീടുകൾ ഒഴിഞ്ഞുകിടക്കും. സഭകളിൽ വിരലിലെണ്ണാവുന്നവർ മാത്രമാകും. ഇപ്പോൾ തന്നെ എല്ലാ സൗകര്യങ്ങളും അടങ്ങിയ വൃദ്ധമന്ദിരങ്ങൾ തേടി നടക്കുന്ന പെന്തക്കോസ്തുകാരെ കാണാം. നോർവേയിലേക്ക് പോകുന്നു എന്ന് കേട്ടപ്പോൾ മുതൽ തന്നെ അദ്ദേഹം വളരെ സന്തോഷത്തിലായിരുന്നു. ചിലർ അത് വാങ്ങാൻ മടിച്ചു. വാങ്ങിയവരാകട്ടെ അത് അടുത്തുള്ള വേസ്റ്റ് ബിന്നിലേക്ക് ഇട്ടു. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചില ദിവസങ്ങൾക്ക് മുമ്പ് വഴിയാത്രയിൽ വെച്ച് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും 50 വർഷത്തിലധികമായി സഭാശുശ്രൂഷയിലും ആയിരുന്ന ഒരു പാസ്റ്ററെ കണ്ടുമുട്ടി. ആ പാസ്റ്ററുടെ പേര് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഞാൻ അദ്ദേഹത്തോട് അനുവാദം ചോദിച്ചില്ല എന്നതുകൊണ്ടാണ്. അദ്ദേഹം മാസങ്ങൾക്ക് മുമ്പ് തൻ്റെ നോർവേയിലുള്ള മകളുടെ അടുത്തേക്ക് പോയി. ചില വർഷങ്ങളായി മകളും കുടുംബവും അവിടെയാണ്. ആദ്യമായാണ് അദ്ദേഹം നോർവേയിലേക്ക് പോകുന്നത്. സുവിശേഷ പ്രവർത്തനത്തിൽ അതീവ താല്പര്യമുള്ള വ്യക്തിയാണ് ഈ പാസ്റ്റർ. നോർവേയിലേക്ക് പോകുന്നു എന്ന് കേട്ടപ്പോൾ മുതൽ തന്നെ അദ്ദേഹം വളരെ സന്തോഷത്തിലായിരുന്നു. അവിടെ സുവിശേഷ പ്രവർത്തനം ചെയ്യാമല്ലോ എന്നതായിരുന്നു അതിന് കാരണം. ഇവിടെ നിന്ന് വചനം പ്രിൻ്റ് ചെയ്ത ടീഷർട്ടൊക്കെ വാങ്ങിച്ച് അവിടെ ചെന്ന് നൂറുകണക്കിന് ആളുകളോട് സുവിശേഷം പങ്കുവയ്ക്കുന്നതും സ്വപ്നം കണ്ട് അദ്ദേഹം വിമാനം കയറി നോർവേയിലെത്തി. തൻ്റെ മകളോടും ശുശ്രൂഷകനായ മരുമകനോടും താൻ ഇവിടെ ചെയ്യാൻ പോകുന്ന സുവിശേഷ പ്രവർത്തനത്തെക്കുറിച്ച് അദ്ദേഹം വാതോരാതെ പറഞ്ഞുകൊണ്ടിരുന്നു. അമ്മായിയപ്പൻ പറയുന്നതൊക്കെ ഒരു ചെറു ചിരിയോടെ കേട്ടുകൊണ്ടിരുന്നതല്ലാതെ തിരിച്ച് മറുപടിയൊന്നും പറഞ്ഞില്ല. പാസ്റ്റർ വർദ്ധിച്ച ആത്മവിശ്വാസത്തോടെ ആ രാത്രി കിടന്നുറങ്ങി. അടുത്ത സുപ്രഭാതത്തിൽ കുറേ ട്രാക്റ്റിൻ സംഘടിപ്പിച്ച് വചനം പ്രിൻ്റ് ചെയ്ത ടീഷർട്ടുമിട്ട് അദ്ദേഹം പുറത്തേക്കിറങ്ങി. നടക്കാനിറങ്ങിയവർക്കെല്ലാം അദ്ദേഹം ട്രാക്റ്റുകൾ നൽകി. ചിലർ അത് വാങ്ങാൻ മടിച്ചു. വാങ്ങിയവരാകട്ടെ അത് അടുത്തുള്ള വേസ്റ്റ് ബിന്നിലേക്ക് ഇട്ടു. അത് കണ്ടതും പാസ്റ്റർക്ക് സഹിക്കാവുന്നതിലേറെയായി. ദുഃഖിതനും നിരാശിതനുമായ അദ്ദേഹം തിരികെ വീട്ടിലേക്ക് പോന്നു. വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് മരുമകൻ അത്താഴം കഴിക്കുന്നതിനിടെ വിഷമിച്ചിരിക്കുന്ന അമ്മായിയപ്പനെ ശ്രദ്ധിച്ചു. പപ്പ ഇന്ന് പോയിട്ട് ട്രാക്റ്റ് കൊടുത്തില്ലേ? എത്ര പേർ രക്ഷിക്കപ്പെട്ടു? മരുമകൻ്റെ ചോദ്യം കേട്ട പാസ്റ്റർ നിശബ്ദനായിരുന്നു. പപ്പ ഇന്നെങ്ങനെ ഉണ്ടായിരുന്നു? മരുമകൻ വിടാൻ ഭാവമില്ല. ഒടുവിൽ മനസ്സിൽ തിങ്ങി നിറഞ്ഞിരുന്ന ദുഃഖം വാക്കുകളായി പുറത്തു വന്നു. ഞാൻ പ്രതീക്ഷിച്ച നോർവേ ഇങ്ങനെയല്ല മോനെ. വലിയ ആത്മപ്രകർച്ച ഉണ്ടായ നാടാണ്. 10,000 സുവിശേഷം അറിയിച്ച ഡേവിഡ് ബാരറ്റിൻ്റെ നാട്. ഈ അവസ്ഥയിലായത് ഞാൻ അറിഞ്ഞില്ല. വിഷമത്തോടെ പാസ്റ്റർ തൻ്റെ ദുഃഖമറിയിച്ചു. മരുമകനെല്ലാം കേട്ടുകഴിഞ്ഞ് പറഞ്ഞു, പപ്പ, ഞാനിവിടെ ഒരു സഭയുടെ ശുശ്രൂഷകനായിട്ട് വർഷങ്ങളായി. ഞാനും ഇടയ്ക്കിടെ ട്രാക്റ്റ് കൊണ്ട് പോകാറുണ്ട്. ഒരിക്കൽ എന്നോട് ഒരാൾ ചോദിച്ചു, ഞങ്ങൾക്കിതിലൊന്നും താല്പര്യമില്ല. വിശ്വാസിയായ നിങ്ങളെക്കാൾ എത്രയോ സമാധാനത്തിലും സന്തോഷത്തിലുമാണ് ഞാനിവിടെ താമസിക്കുന്നത്. മരുമകൻ്റെ അനുഭവം പാസ്റ്ററിൽ ഞെട്ടലുളവാക്കി. അപ്പോൾ ഇവർക്ക് നിത്യതയെക്കുറിച്ച് ചിന്തയില്ലേ എന്നായിരുന്നു ആദ്യം പാസ്റ്റർ ചിന്തിച്ചത്. ബൈബിൾ വായിച്ചിട്ട് വേണ്ടേ നിത്യതയെക്കുറിച്ച് ചിന്തിക്കാൻ? അവർക്ക് അങ്ങനെയുള്ള ചിന്തയൊന്നുമില്ല. കുടിക്കുക, കഴിക്കുക, ആനന്ദിക്കുക എന്ന സ്റ്റൈൽ. ഇത് നോർവേയിൽ മാത്രമല്ല, യൂറോപ്പ് മുഴുവൻ ഈ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. യൂറോപ്പിലെ ക്രൈസ്തവ ഉണർവുകളെപ്പറ്റിയും ആത്മപകർച്ചയെപ്പറ്റിയും ധാരാളം കേട്ടിട്ടുള്ള പാസ്റ്റർക്ക് ഇത് താങ്ങാനാവുമായിരുന്നില്ല. തോമസ് ബോൾ ബാരറ്റ് എന്ന മഹാനായ മനുഷ്യനാണ് നോർവേയിലും പെന്തക്കോസ്ത് സഭയ്ക്ക് വിത്ത് വിതച്ചത്. അദ്ദേഹം നോർവേയിൽ മാത്രമല്ല യൂറോപ്പിലാകമാനം പെന്തക്കോസ്ത് സഭ വ്യാപിക്കുന്നതിൽ മുൻപന്തിയിലായിരുന്നു. നമ്മുടെ ഇന്ത്യയിലും തോമസ് ബോൾ ബാരറ്റ് സുവിശേഷവുമായി കഴിഞ്ഞ നൂറ്റാണ്ടിലെത്തിയിരുന്നു. അങ്ങനെ 1907 മുതലേ പെന്തക്കോസ്ത് പ്രവർത്തനങ്ങൾക്ക് പരുവപ്പെട്ട മണ്ണാണ് നോർവേ എന്ന് കരുതിയിരുന്ന പാസ്റ്റർക്ക് നോർവേയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ ധാരണകളും ഒരു ദിവസം കൊണ്ട് മാറിമറിഞ്ഞു. നോർവേയിലെ പെന്തക്കോസ്ത് സഭകൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കുമ്പോഴാണ് ഈ പാസ്റ്റർ നേരിട്ട അനുഭവത്തിൻ്റെ വ്യാപ്തി മനസ്സിലാക്കുക. നോർവീജിയൻ പെന്തക്കോസ്ത് സഭകളുടെ വളർച്ച നിലച്ചിട്ട് വർഷങ്ങളായി. പുതുതലമുറ സഭ എന്താണെന്നോ ക്രിസ്തു ആരാണെന്നോ അറിയാതെ വളരുന്നവർ. ഇപ്പോൾ പുതുതായി സഭയിൽ കടന്നു വരുന്നവരുടെ എണ്ണം തുലവും കുറവാണ്. എന്നാൽ നോർവേയിലെ പെന്തക്കോസ്തുകാരുടെ എണ്ണത്തെ പിടിച്ചു നിർത്തുന്നത്
കുടിയേറ്റക്കാരായ പെന്തിക്കോസ്തുകാരാണ്. പ്രത്യേകിച്ച് ആഫ്രിക്കൻ, ഏഷ്യൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ കുടിയേറ്റക്കാരായ പെന്തിക്കോസ്തുകാർ അവരുടെ ആരാധനാലയങ്ങളിലൂടെ സഭകൾ വളരുകയാണ്. നോർവേയുടെ പെന്തക്കോസ്ത് ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കുമ്പോഴാണ് അവിടെയുള്ള സഭകളുടെ സ്തംഭനാവസ്ഥയെക്കുറിച്ച് നാം ആകുലപ്പെടേണ്ടത്. 1906 നോർവേയിൽ തോമസ് ബോൾ ബാരറ്റ് പെന്തക്കോസ്ത് സഭയ്ക്ക് തുടക്കമിട്ടു. 10,000 ആ പ്രവർത്തനങ്ങളിലും പെന്തക്കോസ്ത് വിശ്വാസം പോയി. വർഷങ്ങൾ കടന്നുപോയി. അടുത്ത തലമുറ സമ്പന്നരായി മാറി. അവർക്കൊന്നിനും കുറവില്ലാതായി മാറി. അങ്ങനെ വിശ്വാസം കുറഞ്ഞു, ദൈവാശ്രയം കുറഞ്ഞു. നോർവേയിലെ പെന്തക്കോസ്തുകാരുടെ എണ്ണത്തിൽ വന്ന കുറവ് നമുക്ക് ഒന്ന് പരിശോധിക്കാം. 1980 നോർവേയിൽ 1.04% പെന്തക്കോസ്തുകാരുണ്ടായിരുന്നു. 1990 അത് 1.02% കുറഞ്ഞു. ആ ചെറിയ കുറവ് അവിടെ വച്ച് തീർന്നു എന്നല്ല, 2000 ആയപ്പോഴേക്കും വീണ്ടും അത് 1.04% ഉയർന്നു. 2009 ആയപ്പോഴേക്കും 0.82% കുറഞ്ഞു താണു. അങ്ങനെ ചെറുതല്ലാത്ത കുറവ് ഓരോ വർഷവും നോർവേയിലെ പെന്തക്കോസ്ത് സഭകൾക്കിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മക്കളെ അടിയുറച്ച ക്രൈസ്തവ വിശ്വാസത്തിൽ വളർത്തുക എന്നത് മാത്രമാണ് ഈ പ്രതിസന്ധിക്ക് പോംവഴി. ലോകത്ത് പെന്തക്കോസ്ത് സഭകൾ വേഗത്തിൽ വളരുമ്പോഴും യൂറോപ്പിലാകമാനം പെന്തക്കോസ്ത് സഭകളുടെ വളർച്ച സ്തംഭനാവസ്ഥയിലാണ്. റുമേനിയ ഒഴിച്ചു നിർത്തിയാൽ യൂറോപ്പിൽ സഭ വളരുന്നില്ല എന്ന് മാത്രമല്ല, കുറയുകയും ചെയ്യുന്നു. യൂറോപ്പിലെ കുറഞ്ഞ ജനനനിരക്കും അതിന് കാരണമാകുന്നുണ്ടാകാം. യൂറോപ്പിൽ വളർച്ചയുള്ളത് കുടിയേറ്റ സഭകൾക്ക് മാത്രമാണ്. നാളെ യൂറോപ്പിലെ പെന്തക്കോസ്ത് സഭകൾക്കുണ്ടായ അപജയം കേരളത്തിലെ സഭകളെയും ബാധിക്കുമെന്നത് തീർച്ചയാണ്. ഭൂരിഭാഗം പെന്തക്കോസ്ത് യുവതി യുവാക്കളും ജോലി സാധ്യതയ്ക്കായി കേരളം വിടുകയാണ്. അവരുടെ മാതാപിതാക്കൾ മാത്രമാകും ഇനി ഇവിടെ. അവരിൽ തന്നെ ഭൂരിഭാഗവും വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറാം. ഇവിടുത്തെ ക്രൈസ്തവ വീടുകൾ ഒഴിഞ്ഞുകിടക്കും. സഭകളിൽ വിരലിലെണ്ണാവുന്നവർ മാത്രമാകും. 3-4 സഭകൾക്ക് ഒരു പാസ്റ്റർ മാത്രമാകാനാണ് സാധ്യത. ഇപ്പോൾ തന്നെ പല സെമിനാരികളിലും ബൈബിൾ കോളേജുകളിലും പഠിക്കാൻ ആളില്ലാത്ത അവസ്ഥയാണ്. പല ബൈബിൾ കോളേജുകളും വിദ്യാർത്ഥികൾ ഇല്ലാത്തതിനാൽ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. ഉള്ളവർക്ക് തന്നെ സഭകളിലെ ഗ്രൂപ്പുകളിയും അമിത രാഷ്ട്രീയവും മൂലം സുവിശേഷ പ്രവർത്തനത്തിന് താല്പര്യമില്ലാത്ത സ്ഥിതി. ഇപ്പോൾ തന്നെ എല്ലാ സൗകര്യങ്ങളും അടങ്ങിയ വൃദ്ധമന്ദിരങ്ങൾ തേടി നടക്കുന്ന പെന്തക്കോസ്തുകാരെ കാണാം. തങ്ങളുടെ മാതാപിതാക്കളെ വയ്യാതാകുമ്പോൾ എവിടെയെങ്കിലും ഒന്നാക്കേണ്ടേ? വീണ്ടും പുതിയ ഒരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം. പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ ചരിത്ര സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു.